പുകവലി നമ്മുടെ ശ്വസന വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. സിഗരറ്റ് പുകയിൽ 7000-ഓളം രാസവസ്തുക്കളും 69ഓളം ക്യാൻസർജന്യ ഘടകങ്ങളുമുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ന് ഗവേഷണങ്ങൾ പ്രധാനമായും നടക്കുന്നത് സിഗരറ്റ് ഉപയോഗത്തെയും അതുണ്ടാക്കുന്ന പരിണാമ ഫലങ്ങളെയും കുറിച്ചാണ്. ഇന്ന് വിപണിയിലുള്ള സിഗരറ്റിൽ ഉയർന്ന തോതിലുള്ള നിക്കോട്ടിൻ, ടാർ, കാർബൺ മോണോക്സൈഡ്, ഫോമാൽഡിഹൈഡ്, അമോണിയ, ഹൈഡ്രജൻ സയനൈഡ്, ബെൻസീൻ, ലെഡ്, ആഴ്സനിക്, പൊളോണിയം പോലുള്ള മാരക രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പുക വലിക്കുമ്പോഴോ സിഗരറ്റ് പുക ശ്വസിക്കുമ്പോഴോ ഈ രാസവസ്തുക്കളും സംയുക്തങ്ങളും വേഗത്തിൽ ശ്വാസകോശത്തിലെത്തുന്നു. ഇത് കാലക്രമേണ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ എത്തുകയും കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. പുകവലി ഏറ്റവും അധികവും ആദ്യവും ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം. സിഗരറ്റ് പുകയിൽ ഫ്രീ റാഡിക്കലുകളുണ്ട്. ഇത് ദീർഘകാലത്തേക്ക് ശ്വാസകോശത്തെ ഗുരുതരമായി നശിപ്പിക്കും. ഒരു വ്യക്തി ശ്വസിക്കുമ്പോഴും ശ്വാസം പുറത്തു വിടുമ്പോഴും വായു നിറച്ച ബലൂണുകൾ പോലെയാണ് നമ്മുടെ ശ്വാസകോശം. പുകവലിക്കുമ്പോൾ സിഗരറ്റിന്റെ പുകയും അതിലടങ്ങിയിരിക്കുന്ന ടാറും ശരീരത്തിലെത്തുകയും ശ്വാസനാളത്തിലൂടെ ശ്വാസകോശത്തിലെത്തുകയും ചെയ്യുന്നു. ഈ രാസവസ്തുക്കൾ പതിയെ ശ്വാസകോശത്തിലെ വായുസഞ്ചികളിൽ നിറയാൻ തുടങ്ങുന്നു, പതിയെ നശിപ്പിക്കാനും. ഇത് കാലക്രമേണ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ ഗണ്യമായി ബാധിക്കാൻ തുടങ്ങും. അങ്ങനെ ശ്വാസകോശം ഒരേ നിരക്കിലും കാര്യക്ഷമതയിലും പ്രവർത്തനം നടത്തുന്നതിൽ പരാജയപ്പെടുന്നു. പലപ്പോഴും ആത്യന്തികമായി ശ്വസിക്കാനുള്ള കഴിവിനെ വരെ പുകവലി ബാധിച്ചു തുടങ്ങുന്നു. എത്ര നേരം പുകവലിക്കുന്നുവോ അത്രത്തോളം ശ്വാസകോശത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള കടുത്ത പുകവലിക്കാരെ ബാധിക്കുന്ന അവസ്ഥയാണ് ചുമ. സാധാരണ ഒരു വ്യക്തി ശ്വസിക്കുന്ന വായുവിൽ നിന്ന് മാലിന്യങ്ങളും രാസവസ്തുക്കളും ഫിൽട്ടർ ചെയ്യുവാനും ശുദ്ധവായു നൽകാനും സഹായിക്കുന്നത് ശ്വാസകോശത്തിന്റെ ഉപരിതലത്തിലുള്ള സീലിയകളാണ്. സിഗരറ്റ് പുകയിൽ അടങ്ങിയിട്ടുള്ള ആഴ്സനിക്, അസറ്റ് ആൽഡിഹൈഡുകൾ, ബെൻസീൻ തുടങ്ങിയ വിഷലോഹങ്ങൾ സീലിയയ്ക്ക് ഗുരുതരമായ നാശമുണ്ടാക്കും. ഇത് പതിയെ ശ്വസനത്തെ ബാധിക്കുകയും ചുമയ്ക്ക് കാരണമാവുകയും ചെയ്യും. അങ്ങനെ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന അവസ്ഥയും പുകവലിക്കാരെ തേടിയെത്തും. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ആളുകളിൽ കാണുന്ന അർബുദമാണ് ശ്വാസകോശ അർബുദം. ലോകത്താകമാനം ഏറ്റവും അധികം ആളുകളെ കൊല്ലുന്ന രോഗങ്ങളിലൊന്നും ഇതുതന്നെ. ഇന്ന് ശ്വാസകോശ അർബുദത്തിന് ചികിത്സ തേടിയെത്തുന്നവരിൽ 10-ൽ 9 പേരും സിഗരറ്റ് മൂലം രോഗബാധിതരായവരാണ്. ഈ ക്യാൻസറിന് ചികിത്സ തേടിയെത്തുന്നവരിൽ 25% പുക വലിക്കാത്തവരുമാണ്. സ്ത്രീകൾക്കിടയിലും ശ്വാസകോശ അർബുദം ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നു. പാസീവ് സ്മോക്കിംഗ് അഥവാ മറ്റൊരാൾ വലിച്ചുവിടുന്ന സിഗരറ്റ് പുക ശ്വസിക്കുന്നതാണ് അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. ഒരു വീട്ടിൽ സ്ഥിരമായി പുകവലിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വീട്ടിലെ മുഴുവൻ ആളുകളും ശ്വാസകോശ അർബുദത്തിന്റെ റിസ്കിലാണ് എന്നർത്ഥം. ശ്വാസകോശ ക്യാൻസറിന്റെ തുടക്കത്തിൽ പുറമേ ലക്ഷണങ്ങൾ കാണുന്നത് വളരെ അപൂർവമാണ്. കാരണം ശ്വാസകോശത്തിന്റെ ഉള്ളിലായിരിക്കും ആദ്യം ട്യൂമറുകൾ ഉണ്ടാവുക. പ്രാഥമിക ടെസ്റ്റുകൾ നടത്തി നോക്കിയാൽ പോലും അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നീട് ട്യൂമറുകൾ വലുതാവുകയും ആരോഗ്യസ്ഥിതി വഷളാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് പലരിലും രോഗം തിരിച്ചറിയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയല്ല ശ്വാസകോശ ക്യാൻസർ. അതൊരു ജീവിതശൈലി രോഗമാണ്. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചില ശീലങ്ങൾ കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ക്യാൻസറിലേക്ക് നയിക്കുന്നത്. വർഷങ്ങളോളം സിഗരറ്റ് വലിച്ചിരുന്ന ഒരാൾ പുകവലി നിർത്തിയാലും ക്യാൻസർ വന്നേക്കാം. വല്ലപ്പോഴും മാത്രം 1-2 സിഗരറ്റുകൾ വലിക്കുന്നവരും റിസ്ക് വിഭാഗത്തിൽ തന്നെ പെടും. പുകവലി നിർത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹൃദയം ഉൾപ്പെടെയുള്ള പ്രധാന അവയവങ്ങളുടെ ആരോഗ്യം പതിയെ മെച്ചപ്പെട്ടു തുടങ്ങും. ക്യാൻസർ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയുകയും ചെയ്യും. എന്നാൽ അതേസമയം സിഗരറ്റ് വലി തുടരുന്ന കാലത്തോളം ക്യാൻസർ വരാനുള്ള സാധ്യത 10 മടങ്ങ് കൂടുതലായി തുടരുക തന്നെ ചെയ്യും. പുകയിലൂടെ ഉപയോഗം ആരംഭിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഏത് നിമിഷം വേണമെങ്കിലും നിർത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടാകും. ഈ ദുശീലത്തിന് അടിമയായി മാറി എന്നറിയുന്നത് ഇത് നിർത്താൻ ശ്രമിക്കുമ്പോഴാണ്. പുകവലി നിർത്താൻ എളുപ്പ വഴികളൊന്നുമില്ല. പുകവലി നിർത്താൻ ശുഭദിനങ്ങളുമില്ല. ഏറ്റവും അടുത്ത നിമിഷമാണ് പുകവലി നിർത്താനുള്ള ശുഭനിമിഷമെന്ന് മാത്രം ഓർക്കുക.